സാറേ, സഫ്രാൻ മംദാനി ഇപ്പോൾ ന്യൂയോർക്കിലെ പുതിയ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പലപ്പോഴും തമസ്കരിക്കപ്പെടുന്നു. അതായത് ഹൈദരാബാദിൽ നിന്ന് പോയ ഒരു മുസ്ലിം സ്ത്രീ അവിടെ ലെഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൻ്റെ വിശദാംശങ്ങൾ സാർ ശ്രദ്ധിച്ചിരുന്നു? അതായത് വിർജീനിയയിൽ ലെഫ്റ്റനൻറ്റ് ഗവർണർ, അതായത് വിർജീനിയയിലെ ഭരണഘടന അനുസരിച്ചിട്ട് അവിടെ ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നിയമങ്ങളുണ്ടാവും. അതെ അതെ. വിർജീനിയയിൽ ഒരു ഗവർണർ ഉണ്ടാവും. ഈ ഗവർണറുടെ താഴെ ഒരു ലെഫ്റ്റനൻറ്റ് ഗവർണറും ഉണ്ടാവും. ഗവർണർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടായാൽ പകരം ഒരു ഗവർണർ മരിച്ചു പോയാൽ അടുത്ത ഗവർണറായിട്ടൊക്കെ വഹിക്കുന്നതൊക്കെ ലെഫ്റ്റനൻറ്റ് ഗവർണറായിരിക്കും. അപ്പോൾ അവിടെ സെനറ്ററായിരുന്നു ഇവർ. ഗസാല ഹഷ്മി ഹൈദരാബാദിൽ നിന്ന് 4ാമത്തെ വയസ്സിൽ, ആന്ധ്രയിൽ തലസ്ഥാനമായിരുന്നേ, ഹൈദരാബാദിൽ നിന്ന് 4ാമത്തെ വയസ്സിൽ ബാപ്പയ്ക്കും ചേട്ടനും ഒപ്പം അമേരിക്കയ്ക്ക് പോയതാണ്. ബാപ്പ അന്ന് അവിടെ PhD പഠിക്കുകയായിരുന്നു, ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോയ ആളാണ് ഈ ഗസാല ഹഷ്മി. അപ്പോൾ ഗസാല ഹഷ്മി വിർജീനിയയിൽ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ കേരളത്തിലേക്ക് മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മംദാനി ഷിയ ആണ്. അപ്പോൾ ഖോജ മുസ്ലിം ആണ് അദ്ദേഹത്തിൻ്റെ ബാപ്പ. അപ്പം മംദാനി വിജയിച്ചതിലല്ലല്ലോ, ഹൈദരാബാദിൽ നിന്ന് പോയൊരു മുസ്ലിം ഇല്ലേ, സുന്നി ഒക്കെ ആണെങ്കിൽ അതിലല്ലേ സന്തോഷം ഉണ്ടാവും. അതെ. അപ്പോൾ വിർജീനിയയിൽ ഇവർ ഗസാല ഹഷ്മി ഈ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആകുമ്പോൾ അവർ തോൽപ്പിച്ചത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ജോൺ റീഡിനെയാണ്. ജോൺ റീഡ് അവിടെ ഒരു റേഡിയോ ഷോ അവതാരകനായിരുന്നു, റേഡിയോ ഷോ ഹോസ്റ്റ് അറിയപ്പെടുന്ന ആളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവർ പ്രൊഫസറായിരുന്നു ഈ ഗസാല ഹഷ്മി. അപ്പോൾ വിർജീനിയയിൽ നിന്ന് വിർജീനിയയിൽ നിന്ന് അമേരിക്കയിലെ സെനറ്റിലെത്തിയ ആദ്യത്തെ മുസ്ലിം വനിതയാണ് ഇവർ. 1964 ജൂലൈ 5-ാം തീയതി ഹൈദരാബാദിൽ, ആന്ധ്രയിലെ തലസ്ഥാനമായ ഹൈദരാബാദിലാണ് ജനിച്ചത്. ഉമ്മയ്ക്കും ചേട്ടനും ഒപ്പം 4 വയസ്സിൽ അമേരിക്കയിൽ എത്തി. ബാപ്പ ആ സമയത്ത് അവിടെ ജോർജിയയിൽ ഉണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ റിലേഷൻസ് അതുണ്ടല്ലോ, അതിൽ PhD ചെയ്യായിരുന്നു ബാപ്പ ആ സമയത്ത്. അപ്പോഴാണ് ഇവർ 4 വയസ്സുള്ള ഇവരും ചേട്ടൻ ഉമ്മയും ഒക്കെ ആയിട്ട് പോകുന്നത്. ഉമ്മ ഇവരുടെ ചേട്ടൻ, അതായത് ഉമ്മ 2 മക്കളുമായിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നു ഹൈദരാബാദിൽ നിന്ന്. അതാണ്. അത് കഴിഞ്ഞ് ബാപ്പ അവിടെ അധ്യാപകനായി, പ്രൊഫസറൊക്കെ ആയി. ഇവർ ജോർജിയ സദേൺ യൂണിവേഴ്സിറ്റിയിലാണ് BA ചെയ്തത്. PhD അമേരിക്കൻ എമറി യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്, അറ്റ്ലാന്റയിൽ. ഇവരുടെ ഭർത്താവ് അസ്ഹർ റഫീഖ് അവിടെ പഠിപ്പിക്കുന്നു. 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്, യാസ്മിൻ, നൂർ, 2 പെൺമക്കൾ. ഈ അമ്മയുടെ ബാപ്പ ഈ ആന്ധ്രാപ്രദേശിലെ സർക്കാർ ജീവനക്കാരനായിരുന്നു, ഈ ഗസാല ഹഷ്മിയുടെ. അപ്പോൾ ഇവർ ഈ അബോർഷൻ റൈറ്റ് അതിനുവേണ്ടി വാദിക്കുന്നതാണ്. ഗർഭഛിദ്രം നിയമവിധേയമാക്കണം എന്ന് വാദിക്കുന്നവരാണ്. അതുപോലെ ആക്സസ് ടു കോൺട്രസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം, അതിനുവേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ആളുകളാണ്. പിന്നെ ഗൺ ലോ, അതായത് ഈ തോക്ക് ലൈസൻസ് കൊടുക്കുന്നത് നിർബാധം നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ നിരോധിക്കണം, അത്തരം പരിപാടികൾ പറ്റില്ല. ഇതിനൊക്കെ വേണ്ടി അവർ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അമേരിക്കൻ സെനറ്റിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് അവർ ജയിച്ചു കയറിയിരിക്കുന്നത്. പിന്നെ മുസ്ലിം രാജ്യങ്ങൾക്ക് പലതിനും അവിടെ നിന്നുള്ള യാത്രക്കാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നല്ലോ ട്രംപ്. അതിനെതിരായിരുന്നു. ഇവർ ഡെമോക്രാറ്റ് ആണ്. സിറിയ, ഇറാൻ, ഇറാഖ്, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഇവരതിനെ എതിർത്തിരുന്നു. അപ്പോൾ പിന്നെ
ഈ സൊഹ്റാൻ മംദാനി, ആ വിജയം എല്ലാവർക്കും അറിയാമായിരുന്നാണ് അല്ലേ, അയാൾ മുന്നേറുന്നു എന്നൊക്കെ ഉള്ളത്. ട്രംപ് അയാളെ തോൽപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്നു. ജൂതന്മാർ അയാൾക്ക് വോട്ട് ചെയ്യരുത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ 40% ഈ തൊഴിലാളികൾ, ഈ ന്യൂയോർക്ക് ജനസംഖ്യയിൽ 40% തൊഴിലാളികളാണ്. ട്രംപിൻ്റെ ഈ സമീപകാല നയങ്ങൾ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടിയിരിക്കുന്നവരാണ്. അവിടുത്തെ ഈ താരിഫ്, ഇപ്പോൾ ഇന്ത്യക്കെതിരെ താരിഫ് ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയേക്കാൾ കൂടുതൽ അമേരിക്കയെ ബാധിക്കുമല്ലോ. കാരണം അങ്ങോട്ടുള്ള സാധനങ്ങൾ പലതും അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ടാവില്ല, ചീപ്പായിട്ടുള്ളത്, മരുന്നുൾപ്പെടെ. അപ്പോൾ അവിടെയാണ് അതിൻ്റെ പരിണത ഫലമായിട്ട് എന്താണ് വരുന്നത്, കൂടുതൽ പണപ്പെരുപ്പ് അവിടെ ഉണ്ടാവുന്നു അല്ലേ, കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നു, കുടുംബ ബജറ്റിൻ്റെ താളം തെറ്റുന്നു. അപ്പോൾ അങ്ങനെ പല ഗുണങ്ങളും ഇയാൾ മേയറായാൽ, ന്യൂയോർക്കിൽ മംദാനി മേയറാകാം എന്ന് തൊഴിലാളി വർഗത്തിന് വേണ്ടി ഇയാൾ നിലകൊള്ളുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഈ ആൻഡ്രൂ കുവോമോയെ തോൽപ്പിച്ചു, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ കർട്ടിസ് സിൽവയെയും തോൽപ്പിച്ചു. മംദാനിക്ക് കിട്ടിയ വോട്ട് 50.6%, 9,48,202. കുവോമോയ്ക്ക് കിട്ടിയത് 7,76,547, 41.3%. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 7% വ്യത്യാസമുണ്ട്. സിൽവയ്ക്ക് 1,37,030 വോട്ട്. അപ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി വളരെ മോശം അവസ്ഥയിലാണ് ന്യൂയോർക്കിൽ. പൊതുവെ ട്രംപിനോട് അവിടെ ജനത്തിനൊരു വിരോധമുള്ളതായിട്ട് ഈ മംദാനിയും ഞാൻ പറഞ്ഞ ഗസാല കാശ്മീരുടെയും തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഉണ്ടായത്. ഇപ്പം അവിടെ തന്നെ ഇവര് ലഫ്റ്റനന്റ് ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിർജീനിയയിൽ ഗവർണർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. അവിടെ ആദ്യമായിട്ടൊരു വനിതാ ഗവർണർ വന്നു, അബിഗൽ സ്പാൻബർഗർ ആണ് അവിടെ ഗവർണറായത്. ആദ്യത്തെ വിർജീനിയ വനിതാ ഗവർണറാണ് അവർ. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി വിൻസം സിയേഴ്സിനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ അവിടെ ഡെമോക്രാറ്റ് ജയിച്ചു. ന്യൂജേഴ്സിയിലും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി തോറ്റുപോയി. ന്യൂജേഴ്സിയിൽ മിക്കി ഷെറിൽ ആണ് ഗവർണറായിട്ട് ജയിച്ചത്, ഗവർണർ സ്ഥാനത്തേക്ക്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ജാക്ക് സിയാട്രെല്ലിയെ ആണ് തോൽപ്പിച്ചത്. അപ്പം തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്തൊക്കെ ഡെമോക്രാറ്റുകളാണ് ജയിച്ചിരിക്കുന്നത്. ഇവിടെ ന്യൂയോർക്കിൽ ജയിക്കുന്ന ആദ്യത്തെ മുസ്ലിം ആണ് മംദാനി. യങ്ങസ്റ്റ്, 34 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയും ജീവിതം കിടക്കുകയല്ലേ, രാഷ്ട്രീയ ജീവിതവും കിടക്കുന്നു മുമ്പോട്ട്. അപ്പോൾ തൊഴിലാളികൾക്ക് ചെലവ് കുറയ്ക്കാനുള്ളതൊക്കെ ചെയ്യാം എന്നാണ് വാഗ്ദാനം. മറ്റേ സംവിധായിക മീര നയ്യാർ അല്ലേ, പഞ്ചാബിയാണ് അവരുടെ മകനാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മുഹമ്മദ് മംദാനിയാണ് ബാപ്പ. കമ്പാല, യുഗാണ്ടയിലെ കമ്പാലയിലാണ് ജയിച്ചത്. അവിടെ നിന്ന് 7ാമത്തെ വയസ്സിലാണ് കുടിയേറുന്നത്. ഇദിയമീൻ പുറത്താക്കിയതാണ് ഇവരെ. ഉഗാണ്ടയിൽ ഏകാധിപതിയായിരുന്ന ഇദിയമീൻ ഒരുപാട് ഇന്ത്യക്കാരെയൊക്കെ അക്കാലത്ത് പുറത്താക്കിയിരുന്നല്ലോ. അപ്പോൾ 2018 അമേരിക്കൻ പൗരത്വം കിട്ടി മംദാനിക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ ഇപ്പോൾ മിഷിഗണിൽ ഡിയർബോൺ എന്ന് പറഞ്ഞ നഗരം, അവിടുത്തെ മേയർ മുസ്ലിമാണ്. ഇപ്പം ന്യൂയോർക്കിലൊരു മേയറും മുസ്ലിം മേയർ വരുമ്പോൾ വലിയ കോലാഹലം. അല്ലാത്ത മേയർമാരുണ്ട് അവിടെ. ബ്രിട്ടനിലെ തന്നെ അവസ്ഥയിലേക്ക് അമേരിക്കയും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഡിയർബോൺ മുസ്ലിം നഗരമാണെന്ന് പറഞ്ഞ് മുമ്പ് നമ്മളൊരു ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ഈ മുസ്ലിം നഗരം, അറബ് അമേരിക്കൻസ് 55% ഉണ്ട് അവിടെ. അറബ് അമേരിക്കൻസ്. ഇസ്ലാമിക് സെൻറ്റർ ഉണ്ട് അവിടെ. ഏറ്റവും വലിയ നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ മോസ്ക് അവിടെയാണ്. ഷിയാകളാണ് കൂടുതൽ. പിന്നെ അറബ് അമേരിക്കൻ മ്യൂസിയം ഉണ്ട് ഡിയർബോണിൽ. 2021 അവിടെ മുസ്ലിം മേയർ അബ്ദുള്ള ഹമ്മൂദ് വന്നു. അബ്ദുള്ള ഹമ്മൂദാണ് മേയർ ഡിയർബോണിൽ.
അതുപോലെ അടുത്ത നഗരമായിട്ടുള്ള ഹംട്രാംക്, അതും തൊട്ടടുത്ത നഗരം, അവിടെയും മുസ്ലിം മേയറാണുള്ളത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പോൾ വേറെയും മേയർമാർ ഉണ്ട്. അമേരിക്കയിൽ മുസ്ലിം മേയർമാർ വേറെയും ഉണ്ട്. ഒരു മുസ്ലിം മുന്നേറ്റം തന്നെ പൊതുവെ കാണാം. അതിൻ്റെ കൂടെ ട്രംപിൻ്റെ തോൽവിയും കാണാം. ട്രംപിൻ്റെ നയങ്ങൾ വളരെ ജനവിരുദ്ധമാണ്, അൺപോപ്പുലർ ആണെന്ന് ഈ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ തെളിയിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഡെമോക്രാറ്റുകളാണ് ജയിച്ചിരിക്കുന്നത്. റിപ്പബ്ലിക്കൻസിന് തിരിച്ചടിയാണ്, വലിയ തിരിച്ചടിയാണ്. മംദാനിയുടെ അവിടെ 3-ാം സ്ഥാനത്താണല്ലോ ന്യൂയോർക്കിൽ റിപ്പബ്ലിക്കൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പൊതുവെ നമ്മളിപ്പോൾ പടിഞ്ഞാറ് കാണുന്നത് പോലെ അല്ലേ, മുസ്ലിം മറ്റേ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്നു. തീവ്ര വലതുവശം ശക്തിപ്പെടുന്നു. ഇങ്ങനെ ഉള്ള ഒരു വികാരം ട്രംപും ഒക്കെ അവിടെ ഉയർത്തി വിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ ഇങ്ങനെ വേട്ടയാടി കഴിഞ്ഞാൽ ഞങ്ങൾ നൈജീരിയ ചുട്ടുകളയും എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിരുദ്ധതയാണല്ലോ ഈ പറയുന്നത്, നൈജീരിയ ചുട്ടുകളയും എന്നുള്ളത്. അപ്പോൾ അത് ആത്യന്തികമായി ഈ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറയില്ലേ, രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അടി, അത് ഈ പടിഞ്ഞാറൻ ലോകത്ത് വീണ്ടും ഉയർന്നിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി നമ്മൾ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.